ഒരുപാട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ കാശ്മീരിനോട് സലാം ചൊല്ലി പോവുകയാണ്. കാശ്മീർ അടിപൊളിയാ. ഇൻസ്റ്റയിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. അപ്പൊ നമ്മളിന്ന് കാശ്മീരിൽ ഈ ട്രിപ്പിന്റെ ഈ ബാച്ചിന്റെ ലാസ്റ്റ് ഡേ ആണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലഗേജുകൾ കയറ്റിക്കൊണ്ടിരിക്കുക. 2 വണ്ടിയുണ്ട്, ഒരു വണ്ടി ഇപ്പോൾ വരും. അപ്പോൾ എല്ലാവരും കൂടെ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പോവാ, സെറ്റല്ലേ? പോകല്ലേ? എന്നാ പോവാ പോവാ. അപ്പൊ നമ്മൾ ലഗേജുകളൊക്കെ എടുത്ത് നമ്മൾ നേരെ ഇനി സുറ കാശ്മീരിനോട് ഇവിടെ പറയാണ്. സെറ്റല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ കാശ്മീരിനോട് സലാം ചൊല്ലി പോവുകയാണ്. അവിടെ എന്താ പാട് എല്ലാരും? അടിപൊളി. അവിടെ സൂപ്പർ. നല്ല ട്രീറ്റ് ആണ് ഞങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഭാഗത്തേക്ക് കാശ്മീരിലേക്ക് വന്ന് അത് നന്നായിട്ടുണ്ട്. അടിപൊളി അടിപൊളി. മിസ് ചെയ്യണ്ടോ? സെറ്റല്ലേ സെറ്റല്ലേ ചോദിച്ചു. അപ്പോ പിന്നെ നമ്മള് കോയാക്ക് 2 വാക്ക് സംസാരിക്കും. നമ്മളെ ഇതുവരെയുള്ള എല്ലാ യാത്രയും, ഞാൻ കോഴിക്കോട് കോഴിക്കോട് മാങ്കാവ്, ഞങ്ങളെ ഇതുവരെയുള്ള എല്ലാ യാത്രയും കാര്യങ്ങളും വളരെ സന്തോഷപൂർവ്വവും ആനന്ദ നിമിഷങ്ങളുമായിരുന്നു. പിന്നെ കാശ്മീരിനോട് വിട പറയാന്ന് പറയുമ്പോൾ വിഷമം. കാശ്മീർ അടിപൊളിയാ. അപ്പൊ നമ്മള് നേരെ ഇവിടുന്ന് ഷിക്കാർ റൈഡും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് പോകണം. അപ്പൊ നമ്മള് ഷിക്കാർ റൈഡ് ചെയ്ത് പോവാ പോവാ. അവിടെ ഓയ് 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 ശ്രദ്ധിക്കണ്ടോ ഞങ്ങളിപ്പോ? തോടെങ്കേ ഇങ്ങനത്തെ ഗ്രൂപ്പിലിടാതെ ടിക്കറ്റ് ഭയങ്കര പരസ്യം ചെയ്തു. എന്താലേ എവിടെ അങ്ങനെ നമ്മള് ഷിക്കാര റൈഡ് ചെയ്തോണ്ടിരിക്കാണ്. ഓല് ഫുള്ള് എങ്ങനെ കിട്ടി? ഓലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവിടെ എടുക്കുന്നു. നല്ല തണുപ്പത്ത് ഇതേപോലെ ഐസ്ക്രീം കഴിക്കുന്ന സുഹൃത്തുക്കൾ, ക്രേവിങ്സ്. ഇതാണ് നമ്മുടെ മുത്തുമണി റഫീഖ് ഭായ്. എന്തൊക്കെ വാങ്ങാൻ പോയി. ഐസ്ക്രീം ആണെങ്കിലും ആണോ? ഐസ്ക്രീം ആണോ? ये ठंडा नहीं देगा, इसमें गुलकंद साथ है. CRPF ഓരോ താമസിക്കാനേ ഒരു ഫാമിലി കാര്യം അതുകൊണ്ട് ഒറ്റനായിട്ടുള്ളതാ നോക്കിയിരിക്കുന്നുണ്ട്. എന്താ മുകളിലതാ ഇതിനുള്ളിലൊക്കെ കച്ചവടക്കാരുണ്ടോ? You go.
അതിനകത്ത് കമ്പനി എല്ലാ സൗകര്യവും കൊടുത്തിട്ടാണ് ഇപ്പൊ പറഞ്ഞതേ. അത്രയും കപ്പ് അത്രയും അധികം കപ്പ് കമ്പനികളിലാണെങ്കിൽ ഒരു 5-6 മെഷീൻ. അല്ല, ഇവരുടെ കക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് കൊല്ലത്തിൽ ഇത്ര എന്ന് ഇനി നമ്മൾ ഷിക്കാർ റൈഡ് ചെയ്തു. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് പർച്ചേസിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ലാൽ ചോക്കിൽ എത്തിയിട്ട്, ഇതാണ് ശ്രീനഗറിലെ ലാൽ ചോക്ക് ക്ലോക്ക് ടവർ. ഞങ്ങൾ പർച്ചേസിങ്ങിന് വന്നാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ചുരിദാർ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ തണുപ്പിൻ്റെ ടൈം ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് നമ്മൾ ഈ റൂമിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്നിരും. അവിടെ നിന്ന് വാങ്ങട്ടോ. കുറേ പ്രൊഡക്റ്റുകളിനെയൊക്കെ ഏകദേശമൊക്കെ. സലാമു അലൈക്കും. മലയാളീസ് ആണോ? എവിടെ? നാട്ടിലെവിടെ? ആ, നിങ്ങളെവിടെയാണ്? ഇൻസ്റ്റയിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. പോരി. അപ്പോൾ ഇതേപോലത്തെ ഷൂ സംഭവങ്ങൾ എല്ലാം ഇവിടെ കിട്ടും. ഡൽഹിയിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് വാങ്ങി പോകുന്നുണ്ട്. ഡൽഹിയിലൊക്കെ വിൻ്റർ അയക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഡൽഹിയിൽ നിന്ന് കാണാം. ഓക്കെ, എല്ലാവരും ഓക്കെ. എയർപോർട്ട് പോവാ. ഇപ്പം നമ്മൾ നേരെ ഇവിടുന്ന് അടുത്ത ടീം ട്രെയിനിന് പോയി, അടുത്ത ടീം എയർപോർട്ടിൽ. ഓക്കെ, എയർപോർട്ടിൽ. അപ്പോൾ നമ്മൾ ആളുകളൊക്കെ പോയി. ഇനി നമ്മൾ കുറച്ച് നേരം എയർപോർട്ടിലേക്ക് പോകാനുള്ള ടൈം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാർക്കിൽ ഇരിക്കാൻ വന്നു. അപ്പോൾ നമ്മൾ ശ്രീനഗർ എയർപോർട്ട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡിഫൻസ് എയർപോർട്ടാണ്, ആർമി എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി അകത്തേക്ക് കയറണ്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ കയറുമ്പോൾ ഫസ്റ്റ് ഇതേപോലെ ചെക്കിങ് ഉണ്ട്. ആ ചെക്കിങ് കഴിഞ്ഞു ഉള്ളിൽ കയറി. ലഗേജ് ഇത്ര കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ യാത്ര ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. അപ്പോൾ ലഗേജ് വളരെ കുറച്ച് കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിരിക്കും. ഇനി നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ കശ്മീർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. നമ്മൾ നേരെ ചെക്കിൻ ചെയ്താണ് ഉള്ളിൽ കയറണ്ടോ. അങ്ങനെ എയർപോർട്ടിലെത്തി. ഏകദേശം 5:31 സമയം. ഡൽഹിയാണ് ഫ്ലൈറ്റ്. ഡൽഹി നമ്മൾ ഫ്ലൈറ്റിലെത്തി. Yes, we are flying Srinagar to Delhi and we will enjoy 4 days in Delhi, inshallah. Hopefully so. We will try our best to give the best service for them. Inshallah. So, അങ്ങനെ നമ്മൾ ഇവിടുന്ന് കശ്മീരിനോട് ഇവിടെ പറഞ്ഞിട്ട് 4 ദിവസത്തെ വളരെ ആയിട്ടുള്ള യാത്രയായിരുന്നു. അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകും. അപ്പം ഇനി മർമ്മസുന്ദരമായ ഡൽഹിയുടെ ഹൃദയഭാഗങ്ങൾ, അത് മുതൽ വാസ്തുവിദ്യയുടെ രൂപകൽപ്പനകളും സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അടിച്ചു പൊളിക്കും. അവിടെ ഫോണിലാണ്. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൊണ്ട് കാണാം. നമ്മൾ നേരെ ഡൽഹി എത്തും. നാളെ മുതൽ ഡൽഹിയിലത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.